കർത്താവിൻ്റെ ദാസൻ പ്രൊഫസർ ജേക്കബ് സാറിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ കരങ്ങളടിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ഇന്ന് പകൽ നിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ സ്തോത്രം. നിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് ഇടപെടുമാറാകണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് സൺഡേയിൽ എന്നോട് വചനം പറയാൻ ആവശ്യപ്പെട്ട ജോബേ പാസ്റ്റർ, എല്ലാ പ്രിയപ്പെട്ടവരെയും സഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ന്യൂ ഇയർ സൺഡേ തന്നെ പാസ്റ്ററിനെ വിളിച്ചത്. ഞാൻ പാസ്റ്ററോട് ഷെയർ ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഐ എം നോട്ട് എ പ്രീച്ചർ, ഐ എം എ ടീച്ചർ. നിങ്ങൾക്കറിയാം, ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഞാൻ തുടക്കത്തിൽ നിങ്ങളോടൊരു പഴയ സാഹചര്യം നിങ്ങളോട് പറയാനാക്കിയത്. പഴയതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു സാഹചര്യം. എന്നെപ്പോലെ പ്രായം ചെന്നവർ മാത്രം അനുഭവിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ്. പുതിയ തലമുറയ്ക്ക് ഇത് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു പഴയ സാഹചര്യമാണ്. ഞാനിത് പറയുമ്പോൾ അശ്രദ്ധമായിട്ടിരിക്കരുത്. നമ്മുടെ ഇന്നത്തെ മെസ്സേജ് മുഴുവൻ ഞാൻ ഈ പറയുന്ന ഈ ഒരു ചെറിയ കഥയുടെ അടിസ്ഥാനമല്ല, അതുമായിട്ടൊരു അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ കഥയ്ക്ക് 2 എപ്പിസോഡുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പറയാം. പണ്ട് ഗൂഗിൾ മാപ്പൊക്കെ വരുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഗൂഗിൾ മാപ്പൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ വഴി ഒക്കെ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം, ബൈക്കില്ലാത്ത, കാറില്ലാത്ത ഒരു കാലഘട്ടം, ബൈക്കും കാറും ഒക്കെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ വഴിയൊക്കെ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം. ആർ യു ലിസണിങ് മീ? ഓക്കെ. അപ്പം അന്നൊക്കെ നമ്മൾ ഒരാളുടെ വീട്ടിൽ പോകണം, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരാളിൻ്റെ, ഒരു കർത്താവിൻ്റെ ദാസിൻ്റെ വീട്ടിൽ പോകണം നമുക്ക് എന്ന് ചിന്തിക്കുക. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ അദ്ദേഹം വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് സ്ഥലപ്പേര് പറഞ്ഞു. നമ്മളൊരു ബസ്സിൽ കയറി ആ സ്ഥലത്ത് ചെന്നു. ആ സ്ഥലത്ത് ചെന്ന് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്ത് കണ്ട, ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്, നമ്മുടെ മെസ്സേജ് മുഴുവൻ ഇതിനകത്തായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബസ്സിൽ ഇറങ്ങി, എനിക്ക് ആ സ്ഥലം സ്ട്രേഞ്ചാണ്, ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്, ഇദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലാനുള്ള വഴി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ആ സ്ഥലത്ത് ചെന്ന് ഇറങ്ങി, ബസ്സിൽ നിന്ന് ഇറങ്ങി, ആദ്യം കണ്ട ആളിനോട് ചോദിച്ചു, ഞാൻ ജോൺ എന്ന് പറയുന്ന ഒരാളിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് വന്നതാണ്, എനിക്കൊന്ന് വഴി പറഞ്ഞു തരാമോ? വഴിയൊക്കെ നമുക്കറിയാമെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കുന്നൊരു പതിവുണ്ടെന്ന്, കാരണം വഴി പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മനുഷ്യനോട് ചോദിച്ചു, ഏത് ജോണാണ്, അദ്ദേഹത്തിൻ്റെ ജോലി എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം പാസ്റ്ററായിരുന്നു. അപ്പോൾ വീണ്ടും മനുഷ്യനോട് ചോദിച്ചു, പ്രായം ചെന്ന ആളാണോ ചെറുപ്പക്കാരനാണോ? പ്രായമായി, അദ്ദേഹം ഇപ്പോൾ റിട്ടയറായി, ജോൺ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്താ? ബദേൽ ഹൗസ് എന്നാണ് വീട്ടുപേര്. ഞാൻ പെന്തക്കോസ്താക്കുവാണ് മൊത്തത്തിൽ കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ചിലപ്പോൾ ദഹിക്കത്തുള്ളൂ. വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അസ്വസ്ഥത തോന്നിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ബദേൽ ഹൗസ് എന്നാണ് പേര്, അദ്ദേഹത്തിൻ്റെ പേര് ജോൺ എന്നാണ്. അപ്പോൾ ഈ മനുഷ്യനോട് എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ എത്ര പിള്ളേരുണ്ട്? എനിക്ക് ഉള്ളത് 2 പെൺപിള്ളേരും ഒരാണുമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 2 പെൺപിള്ളേരും ഒരു മകനുമാണ് ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, നിങ്ങൾ അന്വേഷിക്കുന്ന ആളിന് എനിക്ക്, ആർ യു ലിസൺ ടു മീ? ഓക്കെ, ഒരു വാക്ക് പോലും മിസ്സായി പോരുത്. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ആളിന് എനിക്ക് നല്ലതുപോലെ അറിയാം, നല്ലതുപോലെ എനിക്കറിയാം. അതെ, ഇതിലേക്കൂടെ ഇടത്തോട്ട് പോകണം, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വലത്തോട്ട് തിരിയണം, വലത്തോട്ട് തിരിഞ്ഞ് നേരോട്ട് പോകണം, പിന്നെ ഇടത്തോട്ട് തിരിയണം, പിന്നെ കുറച്ചുകൂടെ നേരെ പോകണം, പിന്നെ വലത്തോട്ട് തിരിയണം, അവിടെ കിണർ കാണും, കിണറിൻ്റെ അപ്പുറത്തൂടെ വീണ്ടും ഇടത്തോട്ട് തിരിയണം. പക്ഷെ പണ്ടത്തെ കാര്യമാണ് ഈ പറയുന്നത്, ഗൂഗിൾ മാപ്പില്ലാത്ത കാര്യമാണ് പറയുന്നത്. അന്ന് ഇതെല്ലാം നമുക്ക് മനസ്സിലാവുമായിരുന്നു. എനിക്ക് പറഞ്ഞാൽ മതി, നമുക്കെല്ലാം നല്ല ഓർമ്മയൊക്കെ എല്ലാം മനസ്സിലാവുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലായി. എങ്കിലും നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണല്ലോ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളോട് എൻ്റെ കൂടെ വരുമോ? ആർ യു ലിസണിങ് മീ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, ഞാൻ വേറൊരു സ്ഥലത്ത് പോവാ, ഞാൻ അങ്ങോട്ട് പോവാ. നിങ്ങൾ അന്വേഷിക്കുന്ന ജോണിനെ എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ വീട് എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ മക്കളെ എനിക്കറിയാം, പോകുന്ന വഴി എനിക്കറിയാം. പക്ഷെ ഞാൻ ആ വഴിയിലൂടെ വരുന്നില്ല, എൻ്റെ ലക്ഷ്യം വേറെയാണ്. How many of you got the message? Now episode 2.
ഞാൻ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു, അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ ജോൺ എന്ന് പറയുന്ന എപ്പിസോഡ് 2 കൂടെ വന്നു കേട്ടോ, ഞാൻ ജോൺ എന്ന് പറയുന്ന ആളിനെ അന്വേഷിച്ച് വന്നതാണ്. അദ്ദേഹം ഇതിനോട് ചോദിച്ചു, ഏത് ജോണാണ്, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? ഞാൻ പറഞ്ഞു, ഫാസ്റ്റാണ്. പ്രായമുള്ള ആളാണോ ചെറുപ്പമാണോ? ഞാൻ പറഞ്ഞു പ്രായമായ. അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹത്തെ കാണാനായിട്ട് വന്ന. അദ്ദേഹത്തിന് എത്ര മക്കളുണ്ട്? അദ്ദേഹത്തിന് 2 പെൺപിള്ളേരും 1 മകനുമാണുള്ളത്. അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ജോണിനെ എനിക്കറിയാം, ജോണിൻ്റെ വീട് എനിക്കറിയാം, യു ജസ്റ്റ് ഫോളോ മീ, ജസ്റ്റ് ഫോളോ മീ. എൻ്റെ കൂടെ പോരെ, ഞാൻ നിങ്ങളെ കൃത്യമായി ജോണിൻ്റെ വീട്ടിലെത്തിക്കാം. എൻ്റെ കൂടെ പോരെ, ശരിയായ വഴിയിലൂടെ ഞാൻ കൊണ്ടുപോകാം. കാരണം ഞാൻ ജോണിൻ്റെ മകനാണ്. എൻ്റെ കൂടെ പോരെ, നിങ്ങൾക്ക് വഴി തെറ്റത്തില്ല. എൻ്റെ കൂടെ പോരെ, നിങ്ങൾക്ക് ലക്ഷ്യം തെറ്റത്തില്ല. ഞാൻ കൃത്യമായി ജോണിൻ്റെ വീട്ടിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാം. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ കൂടെ പോരെ, ഞാൻ കൃത്യമായും നിങ്ങളെ ദൈവരാജ്യത്തിൽ എത്തിക്കാം? പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്യം വായിക്കാം. എൻ്റെ സന്ദേശം പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു വാക്യം വായിക്കാം, നമുക്ക് കുറച്ചൊക്കെ ചിന്തിക്കാം. അപ്പോൾ ഇനി ഞാനൊരു വാക്യം വായിക്കാൻ പോവാണ്. നിങ്ങൾ ഒന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം ഇന്നത്തെ മെസ്സേജിൽ. കാരണം ഞാൻ ധാരാളം വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ഓരോ വാക്യത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട്. ഇവിടുന്ന് വേറെ വാക്യത്തിലേക്ക് പോകുന്നുണ്ട്, വീണ്ടും ഈ വാക്യത്തിലേക്ക് വരുന്നുണ്ട്, വീണ്ടും പഴയ വാക്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട്. ഞാൻ തന്നെ കൺഫ്യൂസ്ഡാണ്, നിങ്ങൾ എന്നെ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആക്കരുത്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളിരിക്കാം. വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 11-ന്റെ വാക്യം. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവേ. ഈ വേദപുസ്തകം മൊത്തത്തിൽ പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ അത് എഴുതിയപ്പോൾ എഴുത്തുകാർ ഇതാദ്യം എഴുതിയപ്പോൾ മൂലകൃതികളൊക്കെ എഴുതിയപ്പോൾ, നിങ്ങൾ മൂലകൃതി കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടു, ഞാനും കണ്ടില്ല. ഞാൻ പക്ഷേ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇനി മൂലകൃതി എഴുതിയപ്പോൾ നിങ്ങൾ നെറ്റിൽ കയറിയാൽ മൂലകൃതിയുടെ ഇമേജസ് കാണാൻ പറ്റും. അത് എഴുതിയ സമയത്ത് ഈ അധ്യായങ്ങളായിട്ട് അതിനെ വേർതിരിച്ചിട്ടില്ല. വാക്യങ്ങളായിട്ട് വേർതിരിച്ചിട്ടില്ല. അപ്പോൾ അധ്യായങ്ങളില്ല, പിന്നെ വാക്യങ്ങളും ഇല്ലല്ലോ. വാക്യങ്ങളായിട്ട് വേർതിരിച്ചിട്ടില്ല. കുത്തും കോമായും ഇല്ല. വാക്കുകൾക്കിടയിൽ സ്പേസുമില്ല. ഇങ്ങനെ നിരത്തി അങ്ങ് എഴുതിയിരിക്കുകയാണ് അന്നത്തെ എഴുതി. അപ്പോൾ അങ്ങനെയാണ് ഇത്. ഈ പുതിയ നിയമം എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, പഴയ നിയമം എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് ഒരു AD 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും യഹൂദ റബിമാർ ഇതിനെ ഒന്ന് അധ്യായമായി വാക്യങ്ങളായിട്ടൊക്കെ തിരിക്കുക, കുത്തും കോമയൊക്കെ ഒന്ന് ഇടുക എന്നുള്ള ശ്രമം അവർ നടത്തി. ഒരു 4-ാം നൂറ്റാണ്ട് മുതൽ നടത്തി. ഏതാണ്ട് ഒരു 13-ാം നൂറ്റാണ്ടായപ്പോൾ അന്ന് കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പല്ല, പിന്നീടാണ് അദ്ദേഹം കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പായത്. ഒരു സ്റ്റീഫൻ ലാങ്ടൺ എന്ന് പറയുന്ന ഒരു സെമിനാറിലെ അധ്യാപകനുമൊക്കെ ആയിരുന്നു. പാരീസ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. കത്തോലിക്കൽ പ്രീസ്റ്റുമായിരുന്നു അദ്ദേഹം. ഈ വേദപുസ്തകത്തെ അധ്യായങ്ങളായിട്ട് തിരിച്ചു. ഏകദേശം 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. അന്നേരമാണ് നമ്മൾ ഈ കാണുന്ന അധ്യായങ്ങളായിട്ടൊക്കെ തിരിച്ചു വരുന്നതെന്നർത്ഥം. പിന്നീട് വീണ്ടും ഒരു 16-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ് ഇതിനെ വാക്യങ്ങളായിട്ട് തിരിച്ചത്. കുത്തും കോമ്മയൊക്കെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പലരും ഇട്ടിട്ടൊക്കെയാണ് വന്നത്. എന്നിട്ട് 16-ാം നൂറ്റാണ്ടായപ്പോഴാണ് വാക്യങ്ങളായിട്ട് വേദപുസ്തകത്തെ തിരിച്ചത്. എന്നിട്ട് 14-ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് ഈ അധ്യായങ്ങൾ തിരിച്ച വേദപുസ്തകം ഇറങ്ങുന്നത്. വൈക്ലിഫ്സ് ബൈബിളാണ്. 16-ാം നൂറ്റാണ്ടിൽ ജനീവ ബൈബിൾ ഇറങ്ങിയപ്പോഴാണ് അധ്യായങ്ങളും വാക്യങ്ങളും തിരിച്ച വേദപുസ്തകം ആദ്യമായിട്ട് ഇറങ്ങുന്നത്. പല കഥകളുണ്ട് ഇതിനെപ്പറ്റി, രസകരമായ കഥകളൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി തിരിച്ചതിനെ പറ്റി. ഞാനതൊന്നും ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് സമയം കുറേയേറെ വേണം. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോഴേ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ അധ്യായങ്ങളും വാക്യങ്ങളും തിരിച്ചത് പിന്നീട് കുറേ നാൾക്ക് ശേഷമാണെന്ന് അവൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ അധ്യായങ്ങളുടെയും വാക്കുകളുടെയും ഇങ്ങനെയുള്ള വേർതിരിവ് അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് അല്ല, അത്ര കറക്റ്റല്ല. നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് പറഞ്ഞ് കുറച്ച് അനക്ഡോട്ട്സ് ഉണ്ട്, രസകരമായ കഥകളൊക്കെ ഉണ്ട്. ഈ വാക്യങ്ങളായിട്ട് തിരിച്ച ആളിൻ്റെ മകൻ പറയുന്നത്,
അദ്ദേഹം ദൂരെ ഒരു സ്ഥലത്തേക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമായിരുന്നു. അതിനിടയ്ക്കാണ് വാക്യങ്ങൾ തിരിച്ചത് എന്ന് അദ്ദേഹത്തിന് പറയുമ്പോൾ രസകരമായ കഥകളൊന്നും കൂടെ ഇതൊക്കെ. അപ്പോൾ ഇതത്ര പെർഫെക്റ്റ് അല്ല, ഈ അധ്യായങ്ങൾ തിരിക്കലും വാക്യങ്ങൾ തിരിക്കലും പിന്നീട് ചെയ്തൊരു കാര്യമാണ്, അത്ര പെർഫെക്റ്റ് അല്ല. പങ്ക്ച്വേഷൻസ് പോലും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, ചില സ്ഥലത്തൊക്കെ അതിന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില വാക്യങ്ങൾ നമ്മൾ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന ചില വാക്യങ്ങൾ അതിന് മുമ്പിലത്തെ അധ്യായത്തിലേക്ക് പോകേണ്ടതാണ്, മുമ്പിലത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യമായിട്ട് വരേണ്ടതാണ്. പക്ഷേ ഇത് തിരിച്ചു വന്നപ്പോൾ ഇതിങ്ങനങ്ങ് ആയി എന്ന് മാത്രം. അവരെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയോ അവരൊന്ന് മനസ്സിലാക്കി ഇതൊക്കെ അനുസരിച്ചായിരിക്കാം, ഈ അനക്ഡോട്ട്സ് ഒന്നും ശരിയായിരിക്കണമെന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലെ 1, 2, 3 വാക്യങ്ങൾ യഥാർത്ഥത്തിൽ 2-ാം അധ്യായത്തിലെ അല്ല, അത് 1-ാം അധ്യായത്തിലെയാണ്. എനിക്കത് എടുത്ത് വായിച്ചുകൊണ്ടിരുന്ന എനിക്ക് സമയം ഒത്തിരി പോകും എന്നുള്ളതുകൊണ്ട് അതിന് സമയം ഞാൻ എടുക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലെ 1, 2, 3 വാക്യങ്ങൾ യഥാർത്ഥത്തിൽ 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ വരേണ്ട വാക്യങ്ങളാണ്. 2-ാം അധ്യായം ആരംഭിക്കുന്നത് 4-ാമത്തെ വാക്യത്തോടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടും ഉൽപ്പത്തിയുടെ 2 ചരിത്രമാണ്, വ്യത്യസ്തമായ 2 ചരിത്രമാണ്. 2 കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന, കേന്ദ്രീകരിച്ചിരിക്കുന്ന 2 വിവരണമാണുള്ളത്. 2 സോഴ്സിൽ നിന്ന് കിട്ടിയതൊക്കെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ തിയോളജിസ്റ്റൊക്കെ അതിനെപ്പറ്റിയൊക്കെ പറയും, അങ്ങനെയൊക്കെ പറയും. ഇവിടെ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാൻ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഈ 1 കൊരിന്ത്യർ 11-ന്റെ 1-ാമത്തെ വാക്യം വരേണ്ടത് 1 കൊരിന്ത്യർ 10-ന്റെ അവസാനമാണ്. എനിക്ക് തോന്നുന്നു 1 കൊരിന്ത്യർ 10-ൽ 33 വാക്യങ്ങളാണുള്ളത് തോന്നുന്നിട്ട്. 1 കൊരിന്ത്യർ 10-ന്റെ 33 വാക്യങ്ങളാണുള്ളത്. ലാസ്റ്റ് വേഴ്സ് 33 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അവസാനമായി 34-ാമതായിട്ട് വരേണ്ട വാക്യമാണ് ഈ 11-ന്റെ 1-ാം വാക്യമായിട്ട് വന്നിരിക്കുന്നത്. 1 കൊരിന്ത്യർ 11-ന്റെ 11-ന്റെ അല്ല 10-ന്റെ 33 എങ്കിലല്ലേ നമുക്ക് 11-ന് ഒന്നുകൂടെ കേട്ടാൻ പറ്റൂ. ഓക്കെ, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയിരിക്കും അല്ലേ? അത് സാരമില്ല, അതുകൊണ്ടാണ് ഞാൻ മനുഷ്യനായിട്ട് നിൽക്കുന്നത്. ഇടയ്ക്ക് തെറ്റില്ലെങ്കിൽ നമുക്കൊരു ചിന്ത വരും, നമ്മൾ ദൈവമാണോ എന്നൊരു ചിന്ത ഉണ്ടാവും. ഞാൻ പറയാറുണ്ട്, പ്രവാചകന്മാർക്ക് പോലും ചിലപ്പോഴൊക്കെ പ്രവചനം എന്ത് ചെയ്യണം, തെറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ചിന്ത ഉണ്ടാവും, അവരും വലിയ സൂപ്പർ പവറാണ് ചിന്ത എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. യോബ് പാസ് അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം, ഇതെൻ്റെ അഭിപ്രായമാണ്. 1 കൊരിന്ത്യർ 10-ന്റെ 33 നോക്കിയേ. ഞാനും, നമുക്ക് ഈ വാക്യത്തിലൊക്കെ വരണം, ഞാൻ പറഞ്ഞു വീണ്ടും വീണ്ടും നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ പോകുന്നുണ്ട്. ഞാനും എൻ്റെ ഗുണമല്ല, പല രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഇനി 11-ന്റെ 1, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരി ആയിരിപ്പീൻ. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ വാക്യം വരേണ്ടത്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 11-ാമത്തെ അധ്യായമല്ല. ഈ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എവിടെയാണ്? 10-ാമത്തെ അധ്യായത്തിലാണ്. 10-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അത് പിന്നീട് നോക്കാം. താഴോട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ഏറ്റവും അവസാനമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകവേ. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ഈ അനുകാരികൾ ആയിരിപ്പീൻ, അനുകാരി ആയിരിക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നിടത്ത് ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും ഈ എൻ്റെ അനുകാരി ആയിരിപ്പീൻ എന്ന് പറയാൻ മടിക്കുന്നവരാണ്. ഞാൻ ആദ്യമേ അതാണ് ഒരു കഥ പറഞ്ഞത്. ഓക്കെ, ആ കഥ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ പിന്നീട് ഇനിയും വരുമ്പോഴാണ് ഇഷ്ടപ്പെടുകയില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. അപ്പോൾ എൻ്റെ അനുകാരി ആയിരിക്കും എന്ന് പറയാൻ നമ്മൾ വളരെ മടിക്കുന്നവരാണ്. ഞാൻ ആദ്യം ചർച്ച് പെന്തിക്കോസ്ത് സഭയിലേക്ക് വന്നപ്പോൾ അവരെല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളെ ആരെയും നോക്കരുത്, യേശുവിനെ മാത്രമേ. ഞാനന്ന് വിചാരിച്ചു ഭയങ്കര വിശുദ്ധരാണല്ലോ ഇവർ, എന്തൊരു എളിമയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളെ ആരെയും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരാരും എങ്ങോട്ട് പോകുന്നവരല്ല, ജോണിൻ്റെ വീട്ടിൽ പോകുന്നവരല്ല. ഞാൻ ജോണിൻ്റെ വീട്ടിൽ പോകാൻ വന്നതാണ്. അവരുടെ കൂടെ പോയാൽ ഞാൻ ജോണിൻ്റെ വീട്ടിൽ ചെല്ലത്തില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. ആ സത്യസന്ധതയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ആ സത്യസന്ധത ഉണ്ട് പറയാനായിട്ടെങ്കിലും. ഓക്കെ, അപ്പോൾ ഈ അനുകാരികൾ എന്ന് പറയുന്ന വാക്ക് എന്താ പറയുന്നത് നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ ഗ്രീക്ക് വാക്ക് മിമേറ്റേസ് എന്നാണ്. മിമേറ്റേസ് എന്നാണ്. മിമിക്രി എന്നൊക്കെ പറഞ്ഞ വാക്കില്ലേ, ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഇമിറ്റേറ്റ് ചെയ്യുക. മിമേറ്റേസ് എന്നാണ് ഗ്രീക്ക് വാക്ക്. ഈ വാക്കിൻ്റെ അർത്ഥം അനുകരിക്കുക, അനുകാരിയായിരിക്കുക എന്ന് തന്നെയാണ്, വേറെ ഒരു അർത്ഥവ്യത്യാസവുമില്ല. അനുകരിക്കുക, അനുകാരിയായിരിക്കുക എന്നാണ് മിമേറ്റേസ് എന്ന വാക്കിൻ്റെ അർത്ഥം.
ഇനി ഗ്രീക്കുകാർ ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് എന്നോട് ചിന്തിക്കില്ല. ഗ്രീക്കുകാർ എന്ന് പറഞ്ഞാൽ നേറ്റീവ് സ്പീക്കേഴ്സാണ്. എപ്പോഴും ഭാഷ നേറ്റീവ് സ്പീക്കേഴ്സ് അവരെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നേറ്റീവ് സ്പീക്കേഴ്സ് ഗ്രീക്കുകാർ ഈ വാക്ക് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇപ്പോൾ ഈ അരിസ്റ്റോട്ടിൽ പഴയൊരു ഫിലോസഫറാണ്, ഗ്രീക്ക് ഫിലോസഫറാണ്. നിങ്ങൾ ഓർക്കണം, പണ്ട് ഈ സയൻസ് എന്ന് പറയുന്ന സാധനമില്ല, തിയോളജി എന്ന് പറയുന്ന സാധനമില്ല, കൊമേഴ്സ് ഇല്ല, എക്കണോമിക്സ് ഇല്ല, ഫിസിക്സ് ഇല്ല, സുവോളജി ഇല്ല, ഇതൊന്നുമില്ല. അന്നുണ്ടായിരുന്ന ഒരു സാധനം, ഇതെല്ലാം കൂടെ ചേർന്നൊരു സാധനമാണ് ഫിലോസഫി. അന്ന് ഫിലോസഫി ഉണ്ട്, ലോജിക് ഉണ്ട്, റെറ്ററിക് ഉണ്ട്, തീർന്നു. എത്ര നല്ലതായി, 3 പുസ്തകം പഠിച്ചാൽ മൊത്തം പഠിക്കാൻ പറ്റും. ഫിലോസഫി, ലോജിക്, 3 പുസ്തകം മേടിച്ചാൽ മതി. 3 പുസ്തകം പഠിച്ചാൽ നമുക്ക് ഏത് ക്ലാസ്സും ജയിക്കാം. തീർന്നു, പഠിച്ചു കഴിഞ്ഞാൽ സംഭവം തീർന്നു. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ഫിലോസഫി എന്ന് അന്നത്തെ ഫിലോസഫി പറയുമ്പോൾ എല്ലാം ഉണ്ട്, സയൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോഴും ഫിലോസഫിയിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. നമുക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റാണ്. എത്ര പേർക്ക് അറിയാമത്? നമുക്കറിഞ്ഞൂടാ. നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ കമ്പ്യൂട്ടറിലൊക്കെ വലിയ സംഭവമാണെന്നല്ല പറയുന്നില്ലേ. അതിൻ്റെ ഒരു ബേസ് തോട്ട് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ കൺസെപ്റ്റാണ്. ബ്രെയിൻ ഈസ് ഓൾവേസ് വയറിങ് ആൻഡ് റീവയറിങ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും വയറിങ് ആൻഡ് റീവയറിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ നമ്മൾ മരിക്കുന്നതിൻ്റെ ചാവുന്നത് പറഞ്ഞാൽ എല്ലാം ഒരുപോലെ ഉള്ളൂ. ഓക്കെ, നമ്മൾ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ബ്രെയിന് ജീവനുള്ള സമയത്ത് പോലും എന്ത് ചെയ്യും? വയറിങ് ആൻഡ് റീവയറിങ്. വയറിങ് ആൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രായമായി, 90 വയസ്സായി, എനിക്കിനി ഒരു മാറ്റവും വരുത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല. അന്നേരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അതാണ് ബ്രെയിൻ്റെ ഒരു പ്രത്യേക. പണ്ടിങ്ങനെ കൺസെപ്റ്റ് ഇല്ലായിരുന്നു. പണ്ടെന്തൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ഒരു BA MA ഒക്കെ കഴിഞ്ഞ് പഠിത്തം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സംവിധാനം ഫിക്സഡായി എന്നുള്ള രീതിയായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് 95 വയസ്സുള്ള നമ്മുടെ അപ്പച്ചന്മാർ എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞു, 95 വയസ്സായാലും 100 വയസ്സായാലും നീ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും, നിനക്ക് മാനസാന്തരം ഉണ്ടാവും, രൂപാന്തരം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ സയൻസും ഫിലോസഫിയൊക്കെ പണ്ട് പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഇങ്ങനെ. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നു അങ്ങനെയല്ല, വയറിങ് ആൻഡ് റീവയറിങ്. വയറിങ് ആൻഡ് നിങ്ങൾക്ക് ഇനിയും മാറ്റം ഉണ്ടാകാം. നിങ്ങൾക്ക് പ്രായം എത്ര ആയിക്കൊള്ളട്ടെ, ഇനിയും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം. കർത്താവിന് ഇനിയും നിങ്ങളെ അതിഭയങ്കരമായി എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പം മിമറ്റസ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു, മനുഷ്യൻ തുണി നെയ്യാൻ പഠിച്ചതും അല്ലെങ്കിൽ അതുപോലെ നെയ്യുന്ന എല്ലാ സാധനങ്ങളും, നമ്മളിവിടെയൊക്കെ പാ നെയ്യാറുണ്ട്, കൊട്ട നെയ്യാറുണ്ട്. ഓക്കെ, അരിസ്റ്റോട്ടിൽ തുണി നെയ്യുന്ന കാര്യം പറഞ്ഞു. മനുഷ്യൻ തുണി നെയ്യാൻ പഠിച്ചത് ചെലന്തികൾ വല നെയ്യുന്നതിനെ അനുകരിച്ചാണ്. ചെലന്തികൾ വല നെയ്യുന്നതിനെ അനുകരിച്ചാണ് മിമറ്റേഴ്സ് മനുഷ്യൻ തുണി നെയ്യാൻ പഠിച്ചത്. മനുഷ്യൻ വീട് വെക്കാൻ പഠിച്ചത് കിളികൾ, പക്ഷികൾ കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടാണ്. ഇതാണ് അരിസ്റ്റോട്ടലിൻ്റെ ഒരു ഫിലോസഫി. ഫിലോസഫി അവിടെ കിടക്കട്ടെ, അദ്ദേഹം അവിടെ ഉപയോഗിച്ച വാക്ക് മിമറ്റേഴ്സ് എന്ന് പറയുന്ന വാക്കാണ്. അനുകരിക്കുക. അപ്പോൾ ആരെയാണ് അനുകരിക്കുന്നത്? മറ്റ് ജീവികളെ അനുകരിക്കുക. മൃഗങ്ങളെ എന്നുള്ള സെൻസിലല്ല, എല്ലാ ജീവികളെയും, നമ്മൾ ഉൾപ്പെടെയുള്ള സകല ജീവികളെയും അനുകരിക്കുക. അതിനുപയോഗിക്കുന്ന വാക്കാണ് മിമറ്റേഴ്സ്. ആ വാക്ക് തന്നെയാണ് പൗലോസ് ഉപയോഗിച്ച് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരി ആയിരിപ്പീൻ. നിങ്ങളും എന്നെ അനുകരിക്കണം. ഞാൻ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ നിങ്ങൾ എന്നെ അനുകരിക്കണം. ഓക്കെ, നാം പറഞ്ഞല്ലോ, നമുക്കിത് ഈ അനുകാരികളാകുക എന്ന് പറയുന്നത് പൗലോസ് ഇവിടെ മാത്രം പറയുന്നൊരു വാക്കല്ല, പൗലോസിൻ്റെ ഒരു തത്വശാസ്ത്രമാണ്. അത് നിങ്ങൾ ഓർക്കണേ. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന കോണ്ടെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. പക്ഷേ കോണ്ടെക്സ്റ്റ് മാത്രമല്ല പൗലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അനുകരിക്കുക എന്നുള്ളത് പൗലോസ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പൗലോസ് എന്നെ അനുകരിക്കുക എന്ന് പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ സഭ മറ്റൊരു സഭയ്ക്ക് അനുകരിക്കാൻ കഴിയുന്നതായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ അനുകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല സന്ദർഭത്തിലും പൗലോസ് ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അനുകരിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം വാക്യങ്ങൾ വായിക്കത്തില്ല. 1 കൊരിന്ത്യർ 4:16 വേഗത്തിലിട്ടെ. ആകയാൽ
1 കൊരിന്ത്യർ 4:16. ആകയാൽ എൻ്റെ അനുകാരികളാകുവീൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എഫേസ്യർ 5:1. ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ഇനി 1 തെസ്സലോനിക്കർ 1:6 ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. 1 തെസ്സലോനിക്കർ 2:14. സഹോദരന്മാരെ, യഹൂദിയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികൾ ആയി തീർന്നു. ഇനി വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഇവിടെയെല്ലാം പൗലോസ് അനുകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അനുകരിക്കണം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി പൗലോസിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്, അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 26, 28, 29 ആ വാക്യം, അത് വളരെ പ്രശസ്തമായ ഒരു വാക്കാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 26, 28, 29 വാക്യങ്ങൾ. എന്നിട്ടാട്ടെ ഞാനൊന്ന് വായിച്ചവരൊക്കെ ഒന്ന് കേൾപ്പിച്ചോട്ടെ. അഗ്രിപ്പ പൗലോസിനോട്, അഗ്രിപ്പ രാജാവിൻ്റെ മുന്നിൽ പൗലോസ് നിൽക്കുന്ന സന്ദർഭമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയാണ്, നിങ്ങൾക്കറിയാം, ഞാനൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. വായിച്ചോ. പൗലോസ് പറഞ്ഞ മറുപടി നോക്കിയേ, നീ മാത്രമല്ല എൻ്റെ പ്രസംഗം കേൾക്കുന്ന, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും അല്പം കൊണ്ടാകട്ടെ പൂർണ്ണമായും. ഈ ന്യൂ ഇയർ സന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് പറയേണ്ട വേറെ എന്തെങ്കിലും വരുന്നില്ലേ? പക്ഷേ ഈ ഒരു വർഷം നിങ്ങൾ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ്: പൂർണ്ണമായും സമ്പൂർണമായും എന്ത് ചെയ്യണം? എന്നെ പോലെയാകണം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വർഷത്തെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ മോട്ടോ അതായിരിക്കട്ടെ, എന്നെ പോലെ ആകണം. ഇതിന് പൗലോസ് അവിടെ പറഞ്ഞു നിർത്തുന്നതും കൂടെ ഞങ്ങളിത് വായിച്ച് കേൾപ്പിക്കാം. നമ്മുടെ വിഷയമായിട്ട് ബന്ധമുള്ളതല്ല, എങ്കിലും ഇത് വായിച്ച് കേൾപ്പിക്കാം. എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട്, എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നിങ്ങളെ അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമേ അങ്ങനെ ആകത്തുള്ളൂ. ഓക്കെ, നിങ്ങളും ഞാനും വിചാരിച്ചാൽ നമ്മളാരും പൗലോസിനെ പോലെയോ യേശുവിനെ പോലെയോ ആകുകയില്ല. ദൈവം വിചാരിച്ചാൽ നമ്മൾ ആകും. അതിലൊക്കെ നമുക്ക് പിന്നീട് ലാസ്റ്റിൽ സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് അതിലേക്ക് വരാം. നമ്മൾ പറഞ്ഞല്ലോ 10-ാം അധ്യായത്തിലാണല്ലോ ഈ വാക്യം ചെല്ലേണ്ടത്. ഉണ്ടല്ലോ, എന്നോട് ഉണ്ടല്ലോ. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയില്ലല്ലോ, എന്നായിക്കോളൂ. അവിടെ സന്തോഷത്തോടു കൂടി ഇരിക്കുക. 10-ാം അധ്യായം 23-33 വരെയുള്ള വാക്യത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ക്രിസ്തീയ സ്വാതന്ത്ര്യം, നമുക്ക് വാക്യത്തിലേക്ക് വരാം. ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് പൗലോസ് ക്രിസ്തുവിനെ അനുകരിച്ചു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ അവിടെ 10:23 വാക്യമുണ്ട്, അതൊന്ന് വായിക്കാം നമുക്ക്. അപ്പോൾ ഈ 23 വാക്യത്തിൻ്റെ അവസാനത്തിലാണ് നമ്മൾ പറഞ്ഞ് അനുകരിക്കുന്ന കാര്യം വരുന്നത്. അത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ സ്വതന്ത്രമാണ് എന്നുള്ളത് പൗലോസിൻ്റെ സന്ദേശത്തിലെ ഒരു മുഖ്യ വിഷയമാണ്. അതൊക്കെ എപ്പോഴും ഇത് പ്രസംഗിക്കാറുണ്ട്, ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. നമുക്കൊരു വാക്യം വായിച്ചാലോ? പൗലോസ് പറഞ്ഞിരിക്കുന്നൊരു വാക്യം, ഗലാത്യ ലേഖനം 5:1. ഒരു വാക്യത്തോടെ നമുക്കതങ്ങ് വിട്ടേക്കാം. ഗലാത്യ ലേഖനം 5:1. അപ്പോൾ ഇതാണ് പൗലോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം. പക്ഷെ പൗലോസ് ഈ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്നത് നീതീകരണത്തിന് നമ്മൾ പ്രവൃത്തികൾ ചെയ്യണം എന്നുള്ള ന്യായപ്രമാണത്തിൽ നിന്നും ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കണം. ഇനി വരുന്ന ഭാഗത്തിൽ നിങ്ങൾക്കത് വ്യക്തമാകും. പൗലോസ് ഉദ്ദേശിച്ചത്, പൗലോസിൻ്റെ മുഖ്യ സന്ദേശം സ്വാതന്ത്ര്യമാണ്. പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പൗലോസ്, ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു, നമ്മൾ സ്വതന്ത്രരാണ്. പൗലോസ് ഉദ്ദേശിച്ചത് നീതീകരണത്തിനായിട്ട് ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നമ്മൾ അടിമകളല്ല, ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താണ്? സ്വതന്ത്രർ ആണ്. ഇതാണ് പൗലോസിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. ഈ സന്ദേശം അദ്ദേഹം അവിടെയും പ്രസംഗിച്ചു. അദ്ദേഹം കൊരിന്ത്യയിലും അദ്ദേഹം പ്രസംഗിച്ചു. അപ്പോൾ കൊരിന്ത്യർക്ക് ഇതെല്ലാം കേട്ട് നല്ല പരിചയമുണ്ട്. പക്ഷേ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം 23-ാമത്തെ വാക്യം ഒന്നെടുത്താട്ട് 23-ാമത്തെ 10:23 വേഗം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായല്ലോ. അവിടെ സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്,
പൗലോസ് ഇതുവരെ പ്രസംഗിച്ച സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പൗലോസ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളത് അല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയ വർധനവ് വരുത്തുന്നില്ല. ഓക്കെ, അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ വേറൊരു വാക്യത്തിലേക്ക് പോവുകയാണ്. ഈ വാക്യം നമ്മൾ 1 കൊരിന്ത്യരിൽ 2 പ്രാവശ്യം കാണുന്നുണ്ട്. ഇതേ വാചകം 1 കൊരിന്ത്യരിൽ 2 പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. ആരും റെഡി? ഓക്കെ, മറ്റു വാക്യത്തിലേക്ക് പോകാമല്ലോ? ഒരനക്കവും ഇല്ലല്ലോ. വേണ്ട, ഇതൊക്കെ മതി എന്നുള്ളതാണോ? മറ്റൊരു വാക്യത്തിലൂടെ പോകാം. കാരണം 2 പ്രാവശ്യം പറയുന്നുണ്ട്. മറ്റേത് എവിടെ നോക്കണ്ടേ? വേറെ എണ്ണുള്ളത് അത് 1 കൊരിന്ത്യർ 6:12 1 കൊരിന്ത്യർ 6:12. അപ്പോൾ നമുക്ക് ഇവിടെയും പൗലോസ് പറയുന്നുണ്ട് സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലതും പ്രയോജനമുള്ളതല്ല, ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ വാക്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചുള്ള, എനിക്ക് സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്. 10:23 അത് പറയുന്നുണ്ട്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്. ഈ പറഞ്ഞ എനിക്ക് എന്ന് പറയുന്ന വാക്ക് ഈ മൂലകൃതികളിൽ ഇല്ല. എനിക്കെന്ന് പറയുന്ന വാക്ക് മൂലകൃതികളിൽ ഇല്ല. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ചർച്ചിൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ മൂലകൃതി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ എന്നോടൊരു സഹോദരൻ, നല്ലൊരു സഹോദരനാണ്, ആത്മാർത്ഥത്തോട് ചോദിച്ചാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, എന്നോട് ചോദിച്ചു, അപ്പോൾ ഈ വേദപുസ്തകത്തിലൊക്കെ ഒത്തിരി തിരുത്തുകളുണ്ടോ, ഞാനൊക്കെ ഒത്തിരി തിരുത്ത് വന്നിട്ടുണ്ടോ, പിന്നെ ഈ വേദപുസ്തകത്തിൽ തെറ്റില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണോ? അപ്പോൾ തെറ്റുണ്ടെന്നൊക്കെ അല്ലേ അർത്ഥം? ഇതില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, മലയാളം ട്രാൻസ്ലേഷന് തെറ്റില്ലെന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും തിയോളജിയൻസ് പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. ഹലോ, അത് നിങ്ങൾക്കൊരു പുതിയ അറിവുകളുണ്ടോ? ഞെട്ടിയിരിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞ സത്യമാണ്. ഇങ്ങനെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉള്ള ട്രാൻസ്ലേഷൻ തെറ്റില്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. തെറ്റില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ മൂലകൃതിയിൽ, മൂലഭാഷയിൽ, മൂലകൃതിയിൽ എഴുതിയിരിക്കുന്ന വേദപുസ്തകത്തിൽ ഒരു വാക്ക് പോലും തെറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ ഇതിരിക്കട്ടെ. ഇനിയും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ആരുടെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കരുത്. തെറ്റില്ല എന്ന് പറയുന്നത് അത് 1982 ഷിക്കാഗോയിൽ ഏകദേശം 200 തിയോളജിയൻസ്, ദൈവശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് കൂടി ഈ തെറ്റുണ്ടെന്ന് പറയുന്നത് എല്ലാം അവർ പരിശോധിച്ചു. അവിടെ 2-3 ആഴ്ചയോളം കൂടി വലിയൊരു കോൺഫറൻസ് അവർ നടത്തിയത്. എന്നിട്ട് അവരിറക്കിയ ഒരു പ്രസ്താവനയുണ്ട്. അതിനകത്ത് പറയുന്നതാണ്, വേദപുസ്തകത്തിൻ്റെ മൂലഭാഷയിൽ, മൂലകൃതിയിൽ ഒരക്ഷരം പോലും തെറ്റില്ല. ട്രാൻസ്ലേഷനെ തെറ്റ് വരും. അപ്പോൾ ഇവിടുത്തെ മൂലഭാഷയിൽ ഏത് വാക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്? എനിക്ക് എന്ന് പറയുന്ന വാക്ക് ഇല്ല. എനിക്കെന്ന് പറയുന്ന വാക്കില്ല. ആർ യു ലിസണിങ് മീ? ഓക്കെ. അപ്പോൾ എനിക്കെന്ന് പറയുന്ന വാക്കില്ലെങ്കിൽ ഇതെങ്ങനെ ഇരിക്കും? അതാണൊരു പ്രശ്നമില്ലേ? എനിക്കെന്ന് പറയുന്ന വാക്കില്ലെങ്കിൽ നമ്മളിത് എങ്ങനെ വായിക്കും? ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ, നിങ്ങൾ നോക്കിയോ. എനിക്കെന്ന് പറയുന്ന വാക്കുകൾ ഒഴിവാക്കുകയാണ്. സകലത്തിനും കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളത് അല്ല. എനിക്കെന്ന് പറയുന്ന വാക്കില്ല, നമ്മൾ മാറ്റിയിരിക്കുന്നു. സകലത്തിനും കർത്തവ്യമുണ്ടെങ്കിലും സകലവും ആത്മീയ വർധനവ് വരുത്തുന്നില്ല. എനിക്ക് നിങ്ങളോട് ഇവിടെ NIV NLT ഒന്നും ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആ NIV NLTയിലെ ട്രാൻസ്ലേഷൻ കാണിക്കായിരുന്നു. അതിൻ്റെ അകത്ത് ഇതിങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ ഈ എനിക്കെന്നുള്ള വാക്കില്ലാതെ വരുമ്പോഴത്തേന് സകലത്തിലും കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല, സകലത്തിനും കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നും അധീനനാകുകയില്ല എന്ന് പറയുമ്പോൾ ഈ ഗ്രീക്കിലെ ഒരു വ്യാകരണം അനുസരിച്ചും വാക്യത്തിൻ്റെ ഘടനയനുസരിച്ചും ഈ സകലത്തിലും കർത്തവ്യമുണ്ട് എന്ന് പറയുന്നത് പൗലോസല്ല, കൊരിന്ത്യരാണ് പറയുന്നത്. കൊരിന്ത്യർ പറഞ്ഞ ഈ വാചകം പൗലോസ് ആവർത്തിച്ച് പറയുകയാണ്. Are you with me? Is it too difficult? ഞാൻ എന്നൊരു വാക്കോട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഡിഫിക്കൽട്ട് ആണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ടു ഡിഫിക്കൽട്ട് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഒത്തിരി പ്രയാസമില്ലല്ലോ. ഓക്കെ. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ ഒരേ ഒരാൾക്കേ കഴിയത്തുള്ളൂ, പരിശുദ്ധാത്മാവിനും മാത്രമേ കഴിയത്തുള്ളൂ, വേറെ ഒന്നും ആർക്കും കഴിയത്തില്ല. അപ്പോൾ സകലത്തിലും കർത്തവ്യമുണ്ട് എന്നത് പൗലോസിൻ്റെ വാക്കല്ല, കൊരിന്ത്യർ പറഞ്ഞതാണ്.
കൊരിന്ത്യരുടെ ഇടയിൽ അവർ ഇങ്ങനൊരു പറച്ചിലുണ്ടാക്കിയാണ്. പൗലോസ് എപ്പോഴും എന്തിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്? സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരാണ്, അതുകൊണ്ട് വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് എന്ന് പൗലോസ് സ്ഥിരമായി പ്രസംഗിച്ചപ്പോൾ അവരൊരു ഡയലോഗ് അങ്ങ് ഉണ്ടാക്കി. സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ട്. കർത്തവ്യം എന്ന് പറഞ്ഞാൽ ന്യായമായി, നിയമപരമായി എനിക്ക് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്നാണ് അർത്ഥം. നിയമപരമായി എനിക്ക് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ സകലത്തിലും എനിക്ക് നിയമപരമായ അവകാശവും സ്വാതന്ത്ര്യവും ഉള്ളത് കൊണ്ട് കൊരിന്ത്യയിലെ ചില ആൾക്കാർ പാപ ജീവിതത്തിൽ തുടർന്നു. NLT പത്തിൻ്റെ അതായാലും മതി. ഓക്കെ, യു സേ I am allowed to do anything. മതി. നോട്ട് എവറിത്തിങ് ഈസ് ഗുഡ് ഫോർ യു. നിങ്ങൾ കേട്ടോ? യു സേ, നിങ്ങൾ പറയുന്നു. പൗലോസ് പറഞ്ഞല്ല, നിങ്ങൾ പറയുന്നു ഇങ്ങനെയാണെന്ന്. ഇതിൽ പൗലോസ് പറയാണ്, ഞാൻ പറയുന്നു. എന്താ പറയുന്നത്? സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധികമല്ല. താങ്ക് യു പാസ്റ്റർ സോ മച്ച്. ഇപ്പോഴാണ് ജനങ്ങൾക്കൊരു വിശ്വാസമായത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല. പാസ്റ്റർ വായിച്ചപ്പോഴാണ് വിശ്വസിച്ചത് അവർ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടാവും. ഒരുത്തൻ അവൻ്റെ അപ്പൻ മരിച്ചുപോയി കാണാതിരിക്കാം, പക്ഷെ അപ്പൻ്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നു. 5-ാമത്തെ അധ്യായത്തിലാണ് ഈ പ്രശ്നം. 5-ന്റെ തുടർച്ചയാണ് 6-ലേക്ക് വരുന്നത്. യു ഗെറ്റ് ഇറ്റ്? 5-ാമത്തെ അധ്യായത്തിലാണ് പൗലോസ് ഈ വിഷയം എടുക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ 6-ലേക്ക് വരുന്നത്. 6-ലാണ് അദ്ദേഹം ഈ വാക്യം വീണ്ടും പറയുന്നത്, ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ പാപമുണ്ടെന്ന് സഭ അറിഞ്ഞിട്ടും, അപ്പോൾ അങ്ങനെ ഒരു പാപം എന്ന് പറയുന്നത് കൊരിന്ത്യയിലെന്ന് പറയുന്നത് വളരെ സമ്പന്നമായ ഒരു പട്ടണമായിരുന്നു. വളരെ സമ്പന്നമായൊരു പട്ടണം. അവിടെ റോമൻ സംസ്കാരത്തിൻ്റെ വലിയ സ്വാധീനമുള്ളൊരു പട്ടണം, ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വളരെ സ്വാധീനമുള്ളൊരു പട്ടണം. അപ്പോൾ ഇങ്ങനെ വളരെ സമ്പന്നമായ ഒരു പട്ടണത്തിൽ അധാർമികതയുടെ ഒരു വലിയ വാഴ്ച തന്നെ ഉണ്ടായിരുന്നു ഈ പട്ടണത്തിൽ. അധാർമികത അവരുടെ സാധാരണ ജീവിതശൈലിയായിരുന്നു. സാധാരണ നമ്മൾ പറയത്തില്ലേ, നാട്ടുനടപ്പെന്നൊക്കെ പറയത്തില്ലേ? എന്ത് ജാതീയ ആചാരവും ചെയ്യുമ്പോൾ പെന്തിക്കോസ്തിൽ പറഞ്ഞൊരു ഡയലോഗാണ് നാട്ടുനടപ്പ്. എന്നോട് പിണങ്ങല്ല, ഞാൻ ഇന്നങ്ങ് പോകും, നിങ്ങൾ ഇവിടെ തന്നെ കാണണേ. എന്ത് ജാതി, പെന്തിക്കോസ്തിൽ എത്രയോ ജാതി ആചാരങ്ങളുണ്ട്, എത്രയോ ജാതി ആചാരങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട്. ഇല്ലെന്നൊന്നും പറയല്ലേ, ഞാൻ പാസ്റ്റായിട്ടിരുന്ന ആളാണ്, എനിക്കറിയാം. എൻ്റെ വിശ്വാസികളുമായിട്ട് എന്ത് മല്ല് പിടിക്കേണ്ടി വന്നിട്ടുണ്ട് കാര്യത്തിലെന്ന്. വിശ്വാസികൾക്ക് ഇത് വേണം, എനിക്കത് പറ്റത്തുമില്ല. വിശ്വാസികൾക്ക് ഞാൻ സാക്ഷി നിൽക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ വേണേൽ ചെയ്തോ, ഞാൻ സാക്ഷി നിൽക്കത്തില്ല. പാസ്റ്റർക്കറിയാം എത്രയുണ്ട്, ആരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. പാസ്റ്റർമാരങ്ങ് സഹിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ജാതീയ ആചാരങ്ങൾ, നാട്ടുനടപ്പാണ് അവരുടെ ഇത്തരം ആചാരങ്ങളെ. അപ്പം മരിച്ചാൽ അപ്പൻ്റെ ഭാര്യയെ കൂടെ വെച്ച് താമസിപ്പിക്കുക, അല്ലെ അപ്പൻ്റെ ഭാര്യയുടെ കൂടെ താമസിക്കുക, അവരുടെ നാട്ടുനടപ്പാണ്. അവർ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഈ ഭാര്യയും ഇദ്ദേഹമായിട്ടാണ് വന്നത്. ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ. ദാറ്റ് ഇസ് എ പ്രാക്ടിക്കൽ പ്രോബ്ലം ഇസ് ദെയർ. ഇറക്കി വിടാൻ പറ്റത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിന് വേറെയും ഭാര്യമാരുണ്ടായിരുന്നു. കാരണം അവിടെയാണ് പൗലോസ് പ്രശ്നമായിട്ട് കാണുന്നത്. ഈ വിഷയം സഭയുടെ മുന്നിൽ വന്നു. സഭ പറഞ്ഞു, ഇതൊക്കെ നാട്ടുനടപ്പാണ് കൊരിന്ത്യയിലെ, കുഴപ്പമില്ല, നീ 1 ഭാര്യയോ 2 ഭാര്യയോ 3 ഭാര്യയോ ഇവിടെ ഇരുന്ന ഒരു ആരും പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നൊരു വാചകം, നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം ഉള്ളതുപോലുണ്ട് ഞാനിത് പറഞ്ഞതിൻ്റെ അകത്ത്. 1 കൊരിന്ത്യർ 5:2 എല്ലാവരുടെയും മുഖം വാടി. നിങ്ങൾക്കാർക്കും ഇങ്ങനെ സാഹചര്യം ഇല്ലല്ലോ, പിന്നെ എന്തിനാ മുഖം വാടുന്നേ? ഒക്കെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം 1 കൊരിന്ത്യർ 5:2 എങ്കിലും എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് വലിയ അഭിമാനം കാണുന്നു. നാട്ടുനടപ്പൊക്കെ അനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സഭയാണ്. കണ്ടോ, കഴിഞ്ഞ മാസം 100 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഈ മാസം 200 അടുത്ത മാസം അത് 400 അതിൻ്റെ അടുത്ത മാസം 1000 10,000 ഒക്കെ ആയിട്ട് ഞങ്ങളുടെ സഭ വരുന്നതൊക്കെ ഈ ടൈപ്പ് ആൾക്കാരാണ്. അതാണ് ചീർത്തിരിക്കുന്നു. നിങ്ങളിത് വലിയ അഭിമാനമായിട്ട് കണ്ടിരിക്കുന്നു. അവനെതിരെ ഒരു നടപടി നിങ്ങൾ സ്വീകരിച്ചില്ല. ഓക്കെ, അതുകൊണ്ട് എന്നിട്ട് പൗലോസ് പറയാണ് അവനെ നിങ്ങളുടെ ഇടയിൽ നിന്നും. അപ്പോൾ പൗലോസിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പൗലോസ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞത് ന്യായപ്രമാണത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ന്യായപ്രമാണത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അല്ല, പാപത്തെ വെച്ച് പൊറുപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതേ അധ്യായത്തിൽ ഈ വിഷയം പറഞ്ഞിട്ട്
10-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് 12-ാമത്തെ അധ്യായത്തിൽ, എൻ്റെ തുടർച്ചയായിട്ട് 10-ാമത്തെ അധ്യായത്തിൽ വാക്യത്തിൽ വരുന്നതുകൊണ്ട് വായിക്കുന്നില്ല ഞാൻ. 12-ാമത്തെ വാക്യത്തിലാണ് അദ്ദേഹം പറയുന്നത്, 1 കൊരിന്ത്യർ 6:12, 1 കൊരിന്ത്യർ 6:12, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ, നിങ്ങൾ പറയുന്നു, വിത്ത് മീ, ഓക്കെ, നമുക്ക് ഇനി ഒത്തിരി ദൂരം പോകാനുണ്ട്. നിങ്ങൾ പറയുന്നു സകലത്തിലും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷെ സകലതും എനിക്ക് പ്രയോജനമുള്ളത് അല്ല. ഒന്നിനും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അധീനൻ ആകുന്നില്ല. അപ്പം അതാണ് ഈ വാക്യത്തിൻ്റെ ആദ്യത്തെ ഉപയോഗത്തിലുള്ള അർത്ഥമെന്ന് പറയുന്നത്. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല. സ്വാതന്ത്ര്യം നമ്മളെ പാപത്തിന് അടിമയാക്കുവാൻ പാടില്ല. ഇനി നമുക്ക് 1 കൊരിന്ത്യർ 10:23 വരാം. അവർ റെഡി ടു ഷിഫ്റ്റ്. 1 കൊരിന്ത്യർ 6:12 നമ്മൾ പോയി, 5 നമ്മൾ പോയി. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ പഴയ വാക്യത്തിലേക്ക് വരികയാണ്. 10:23 മുതൽ താഴോട്ടുള്ള വാക്യം. അപ്പോൾ ഇവിടെ പൗലോസ് 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പറയുന്നത്. 23 മുതൽ 33 വരെയുള്ള വാക്യത്തിൽ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പറയുന്നത്. എന്നെ ശ്രദ്ധയോടെ കേൾക്കണേ. കാരണം ഇതിനകത്ത് ഞാൻ ഒത്തിരി വിമർശനങ്ങൾ ഏറ്റിട്ടുള്ള ഒരാളോടാണ് ഞാൻ ഈ പറയാൻ പോകുന്ന വിശദീകരണത്തിൽ. ഓക്കെ, അവിടെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളും വചനം വായിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. 1 കൊരിന്ത്യർ 10:23 മുതൽ 3 വിഷയങ്ങളാണ്. മൊത്തം അത് നീണ്ടൊരു വാക്യമാണ്, വേദഭാഗമാണ്. 23 മുതൽ 33 വരെയുള്ള വേദഭാഗം മൊത്തം ഞാൻ വായിക്കുന്നില്ല. 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നത് വിഗ്രഹാർപ്പിതമായ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാമോ? ദാറ്റ് ഈസ് വൺ ക്വസ്റ്റ്യൻ. കൊരിന്ത്യയിലെ ഒരു സാഹചര്യത്തിലാണ്. രണ്ടാമത്, ജാതികൾ അങ്ങാടിയിൽ വിൽക്കുന്ന ഭക്ഷണം, ആഹാര പദാർത്ഥങ്ങൾ വാങ്ങിക്കഴിക്കാമോ? മൂന്നാമത്തെ ചോദ്യം, അവിശ്വാസി ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിച്ചാൽ അതിൽ പങ്കെടുക്കാമോ? ഈ 3 ചോദ്യങ്ങളാണ് 10-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നത്. ആ 33-ാമത്തെ വാക്യം കഴിഞ്ഞ് 34-ാമത്തെ വാക്യമായിട്ട് വരേണ്ടതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ. അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. പൗലോസ് പറഞ്ഞ് ഇപ്പോൾ ഇവിടെ വരുന്നിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഇത് സ്വാതന്ത്ര്യമാണ്, ഭക്ഷണം കഴിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 3 കാര്യങ്ങളാണ്. വാക്യം 1 കൊരിന്ത്യർ 10:19. 1 കൊരിന്ത്യർ 10:19. ഓക്കെ, ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ. 21 ഇട്ടു, വിഗ്രഹം വല്ലതും ആകുന്നുവെന്നോ. അപ്പോൾ പൗലോസ് പറഞ്ഞ വിഗ്രഹാർപ്പിതം എന്ന് പറയുന്നതൊന്നുമല്ല, വിഗ്രഹമേ ഒന്നും അല്ല. ഓക്കെ, അത് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. 21-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല, നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല എന്ന് പറഞ്ഞാൽ വിഗ്രഹാർപ്പിതമായ യാതൊന്നും ഭക്ഷിക്കുവാൻ പാടില്ല. ഓക്കെ, 3 ചോദ്യങ്ങളുണ്ട്. ഒന്ന് വിഗ്രഹാർപ്പിതം, ഒന്ന് ജാതികൾ അങ്ങാടിയിൽ വിൽക്കുന്ന ഭക്ഷണം, ഒന്നൊരു അവിശ്വാസി നമ്മളെ ക്ഷണിച്ചാൽ ഭക്ഷണം. ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്, ആര്യഭവനിൽ നിന്ന് നമുക്ക് ആഹാരം കഴിക്കാമോ? ഞാൻ ഡയറക്റ്റാണ് ചോദിച്ചെന്നുള്ളൂ, സിമ്പിളായിട്ട്. എന്തിനാ വളച്ചുകെട്ടൊക്കെ ചോദിക്കുന്നില്ലേ? ആര്യഭവനിൽ നിന്ന് ആഹാരം കഴിക്കാമോ? ഒരു ചോദ്യം ഉണ്ടല്ലോ. അതാണ് 2-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. 1-ാമത്തെ ചോദ്യത്തിനകത്ത് ഉത്തരം പറഞ്ഞു, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്. 2-ാമത്തെ ചോദ്യം, ആര്യഭവനിൽ നിന്ന് ആഹാരം കഴിക്കാമോ? ഇതാണ് ചോദ്യം. നമുക്കിനി കൊരിന്ത്യയിലെ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് നോക്കാം. കൊരിന്ത്യയിൽ ഈ അന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ, അറിയോ റെഡി? ചരിത്രമാണ്. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറവാണ്, വളരെ കുറവാണ്. ജാതികളാണ് വളരെയധികം കൂടുതലുള്ളത്. അപ്പം ഈ അവർ രാവിലെ ആഹാരം കഴിച്ചിട്ട് പോകും, പിന്നെ വൈകിട്ടാണ് തിരിച്ചു വന്ന് അവർ സമൃദ്ധമായിട്ടൊരു ആഹാരം കഴിക്കുന്നത്. രാവിലെ ജോലിക്ക് പോയാൽ അവരെ കൃഷിയിടങ്ങളിലേക്ക് പോയാലൊക്കെ അങ്ങനെ. ഇപ്പോഴും നോർത്ത് ഈസ്റ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും മാത്രമേ ഉള്ളൂ. ഒരു 4 കൊല്ലം ഞാൻ നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടും മാത്രമേ കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. സ്കൂളിലൊക്കെ ഫുൾ ടൈം സ്കൂളാണ്, നമുക്ക് ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് അവരെന്ത് കഴിക്കും? ഉച്ചക്കൊന്നും കഴിക്കാതിരിക്കത്തില്ല അവർ. ഉച്ചയ്ക്ക് ഒന്നിലവർ കൊണ്ടുപോകുന്ന ലഘുഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും
അങ്ങാടിയിൽ കിട്ടുന്ന ഭക്ഷണം അവർ വാങ്ങിച്ച് കഴിക്കും. ഒരു പ്രശ്നമുണ്ടായി, കഴിക്കാമോ? രണ്ടാമതൊരു പ്രശ്നമുണ്ട്, അവർക്ക് ഇറച്ചി വേണമെന്ന് വിചാരിക്കുക. ഈ അങ്ങാടിയിൽ വിൽക്കുന്ന മൃഗം എന്ന് പറയുന്നത് ഒരു പോത്തിനെ യാഗമായി അർപ്പിച്ചു. ജാതികൾ അവരുടെ ക്ഷേത്രത്തിൽ പോത്തിനെ യാഗമായി അർപ്പിച്ചു. എന്നിട്ട് ആ യാഗത്തിൻ്റെ മാംസമാണ് എന്ത് ചെയ്യുന്നത്? ഇവർ അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത്. അത് കഴിക്കാമോ? ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ, വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. ഒന്ന്, ആഹാരം കഴിക്കാതെ ഉച്ചയ്ക്ക് ഒന്ന് ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അപ്പോൾ അങ്ങാടി കിട്ടുന്ന ആഹാരം കഴിക്കാമോ? കാരണം പൗലോസ് ക്ലിയറായിട്ട്, തിരുവെഴുത്ത് ക്ലിയറായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ പൗലോസ് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷൻ മനസ്സിലായാലോ, മാംസം കിട്ടുന്നത് മനസ്സിലായാലോ. പൗലോസ് പറഞ്ഞത് അങ്ങാടിയിൽ എന്ത് കിട്ടുന്നുവോ അത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ. ഞാൻ പിന്നീട് വിശദീകരിച്ച് നിങ്ങളോട് പറയാം. അങ്ങാടിയിൽ എന്ത് കിട്ടുന്നുവോ, ഒന്ന് പറഞ്ഞാൽ 10:25, അത് കഴിഞ്ഞ് 27 വായിക്കണം. ഇനി ഒരു അവിശ്വാസി നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലോ, അയാൾ ഇതൊക്കെ തന്നെയല്ലേ ഇതൊക്കെ തരുന്നത്, ഇല്ലേ? അയാൾ അയാളുടേതായ രീതിയിലൊക്കെ ഉണ്ടാക്കിയതൊക്കെ ആയിരിക്കും. അവിടെ ഭക്ഷണം കഴിക്കാമോ? പൗലോസ് പറഞ്ഞത് എന്താണ്? അവിടെ നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ അത് ചെയ്യണം, നിങ്ങളത് തിന്നുകൊള്ളുവിൻ. പൗലോസ് പറഞ്ഞു വരുന്നത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഈ സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിക്കണം എന്ന് ഞാൻ ഓരോ വിഷയങ്ങൾ എടുത്ത് പൗലോസ് പറയാണ്. എന്നിട്ട് പൗലോസ് പറയുന്നു, ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായല്ലോ? യു ഗോട്ട് ഇറ്റ്? എഗ്രി ഓർ ഡിസഗ്രി, ദാറ്റ് ഈസ് അനദർ തിങ്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ. ഇനിയും പൗലോസ് പറയുകയാണ് 10:31-32 വാക്യങ്ങൾ. നമുക്ക് ഇനി പൗലോസ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ഓരോന്നെടുത്ത് ഇങ്ങനെ പൗലോസ് പറയുകയാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും. ശരിക്കും പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്താലും എന്നുള്ള വാക്കിൻ്റെ ആവശ്യമില്ല. കാരണം അവരുടെ ഭാഷയിൽ തിന്നുക കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അർത്ഥം. ദൈവരാജ്യം എന്നതോ ഭക്ഷണവും പാനീയവും അല്ല, പരിശുദ്ധാത്മാവിൽ നീതി സമാധാനം അത്രേ. അവിടെ ഭക്ഷണവും പാനീയവും അല്ലെന്ന് ഉദ്ദേശിക്കുന്ന ഭൗതിക കാര്യങ്ങളല്ല എന്നാണ്. ദൈവരാജ്യം ഭൗതിക കാര്യങ്ങൾ അല്ല, അതാണ് അവരുടെ ഭാഷയിൽ അന്നത്തെ ശൈലിയിൽ അതിൻ്റെ അർത്ഥം. ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ഭൗതിക കാര്യവുമല്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? പരിശുദ്ധാത്മാവിലുള്ള വലിയ സന്തോഷമാണ് ദൈവരാജ്യം. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഒരു വാക്യം, നിങ്ങൾ എന്ത് തിന്നാലും കുടിച്ചാലും എന്ന് പറഞ്ഞാൽ തിന്നുന്നതും കുടിക്കുന്നതും കാര്യം മാത്രമല്ല, എന്ത് ചെയ്താലും. ഒന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന്, എന്ത് ചെയ്താലും എന്നുള്ളത്. എന്ത് ചെയ്താലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഹനം ഓടിച്ചാലും, നിങ്ങൾ കാർ ഓടിക്കുന്നവരല്ലേ, കാർ ഓടിച്ചാലും, നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ഷോപ്പിംഗ് നടത്തിയാലും, നിങ്ങളുടെ വീട്ടിൽ രാവിലെ മീമിക്കാൻ, ഇപ്പം അങ്ങനെ ആൾക്കാർ വരുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ മീമിക്കാൻ വരുമായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ബാർഗെയിൻ ചെയ്യുന്നത് മീൻ കച്ചവടക്കാരനുമായിട്ടാണ്. അയാൾക്ക് നല്ലപോലെ അറിയാം നമ്മൾ ബാർഗെയിൻ ചെയ്യുമെന്ന്. ഓരോരുത്തരും അയാൾക്ക് പ്രത്യേകം അറിയാം. അയാൾ അതനുസരിച്ചുള്ള വില പറയും, നമ്മൾ ബാർഗെയിൻ ചെയ്യും, അയാൾ കുറയ്ക്കും, നമ്മൾ അയാൾ വലിയ കാര്യം നേടിയെന്ന് വിചാരിക്കും, അയാൾക്കും വലിയ നേട്ടമാണെന്ന് അയാളും ചിന്തിച്ചു പോകും. അങ്ങനെ സംവിധാനമാണെന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും, whether you walk or run, you drink or eat, you speak or you do, നിങ്ങൾ എന്ത് ചെയ്താലും എങ്ങനെ ആയിരിക്കണം? എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യും. This is one question. ഞാനിത് ചെയ്യുന്നത് കൊണ്ട്, ഞാനിങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട്, ഞാനിങ്ങനെ നോക്കുന്നത് കൊണ്ട്, ഞാനിങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട്, ഞാനിങ്ങനെ നടന്നു പോകുന്നത് കൊണ്ട്, ഞാനിങ്ങനെ ഓടിപ്പോകുന്നതുകൊണ്ട്, ഞാനിങ്ങനെ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ? ഇതാണ് പൗലോസിൻ്റെ ഡെഫിനേഷൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളത്. കൂടുതലൊന്നും പറയണ്ട, ഇത്രയും പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവേൻ. എന്നിട്ട് വീണ്ടും പൗലോസ് പറയുകയാണ്, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം, സമയത്ത് ഞാൻ നിർത്തും. ഓക്കെ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ച ഇല്ലാത്തവർ ആകുവീൻ. ആർക്കും വിശ്വാസികൾക്ക്, ഒരു ബലഹീന വിശ്വാസിക്ക് പോലും ഇടർച്ച കൊടുക്കാതെ ഇരിപ്പീൻ. ഒരു ബലഹീന വിശ്വാസിക്ക് പോലും ഇടർച്ച കൊടുക്കാതെ ഇരിപ്പീൻ. അപ്പം അവർ ബലവാന്മാരാകണം, ബലഹീനമായിട്ട് എന്നും ഇരിക്കാനല്ല, ബലവാന്മാരാണ്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ പൗലോസ് പറഞ്ഞു നോക്കി, യഹൂദന്മാർക്കും, ഹലോ, ഐ ഗെറ്റിംഗ് ദ മെസ്സേജ്?
നിങ്ങൾക്ക് മെസ്സേജ് മനസ്സിലാവുന്നതുകൊണ്ട് ഒരു വർഷത്തേക്കുള്ളതാണ്, പുതിയ വർഷം തന്നിരിക്കുക കർത്താവിത്. യഹൂദന്മാർക്കും യവനന്മാർക്കും, ഇവർ രണ്ടുപേരുടെയും പേര് പറയാൻ കാര്യം രണ്ട് രീതിയിലുള്ള വിശ്വാസമുള്ളവരാണ്. ഇവർ രണ്ടുപേരും രണ്ട് കാഴ്ചപ്പാടുള്ളവരാണ്. ഓക്കെ, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. യവനന്മാർക്കും യഹൂദന്മാർക്കും ദൈവസഭയ്ക്കും, സഭയിലെ ഒരു ബലഹീനനായ വിശ്വാസിക്ക് പോലും ഇടർച്ച ഇല്ലാത്തവർ ആയിരിക്കും. അടുത്തൊരു വർഷക്കാലം അങ്ങനെ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ. ഇതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കലെയാണ്, ഇതിൻ്റെ ഇടയ്ക്കാണ് 10:23-24 പൗലോസ് പറഞ്ഞത്, സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ട്. എനിക്ക് സകലതും ചെയ്യുവാനുള്ള കർത്തവ്യമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാത്തത് അത് ആത്മീയ വർധനയ്ക്ക് സഹായിക്കുന്നില്ല. ആറ് ആത്മീയവർദ്ധനമാണ്? എൻ്റെയും ദൈവസഭയുടെയും ആത്മീയ വർധനയ്ക്ക് അത് സഹായം അല്ല. അതുകൊണ്ടാണ് 24-ാമത്തെ വാക്യം 10:24 വേഗം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടി അന്വേഷിക്കട്ടെ. യഹൂദനും യവനനും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരായിരിപ്പീൻ. സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടി അന്വേഷിക്കട്ടെ. ഇത് നമ്മുടെ എത്രാമത്തെ വാക്യമാണ്? 24-ാമത്തെ വാക്യമാണ്. ഇതെല്ലാം പറഞ്ഞ് 33-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 10:33 അത് കഴിഞ്ഞിട്ട് ഓക്കെ, പൗലോസ് പറഞ്ഞു, ഞാനും എൻ്റെ ഗുണമല്ല. ആർ യു കമ്മിങ് വിത്ത് മീ? യു ആർ ഫോളോയിങ്? പൗലോസ് ഇങ്ങനെ പറഞ്ഞു പറയുകയാണ്, ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നു. ഇത് വായിക്കുമ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, പൗലോസ് മനുഷ്യരെ പ്രസാദിപ്പിച്ചവനാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അങ്ങനൊരു ചിന്ത നമുക്കുണ്ടാകത്തില്ലേ? അത് വളരെ വ്യക്തമായിട്ടും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിരുന്നില്ല, അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരുന്നു. അപ്പോൾ പിന്നെ പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വായിച്ചു നോക്കിയേ, പലർ രക്ഷിക്കപ്പെടേണ്ടതിന്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നല്ല പൗലോസ് പറഞ്ഞത്. പൗലോസിൻ്റെ ലക്ഷ്യം പലർ രക്ഷിക്കപ്പെടേണ്ടതിന്. അതിനുവേണ്ടി എന്ത് ചെയ്യാണ്? അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഞാൻ അന്വേഷിക്കുന്നത് അവരുടെ ഗുണമാണ്, കാരണം അവർ രക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം പൗലോസ് പറയുകയാണ്, 11:1 വായിച്ചോ. അപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ, അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളിലെല്ലാം ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയായിരിക്കുന്നു, അതുപോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആയിരിക്കും. ഞാൻ അവസാനിപ്പിക്കാൻ പോവാം. കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണ്. കറക്റ്റ് 12 മണിയാകുമ്പോൾ ഞാൻ നിർത്തും. ഒക്കെ നിങ്ങൾ അതിന് മുമ്പായിട്ട് നിർത്താം. നിങ്ങൾക്കറിയാലോ, പൗലോസ് സുവിശേഷം പറയാനായിട്ട് ഒരു സ്ഥലത്തേക്ക് ചെന്നു. ലെറ്റ് സേ ഏഥൻസിലേക്ക് ചെന്നു, അല്ലെങ്കിൽ കൊരിന്തിയിലേക്ക് വന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തിലേക്ക് ചെന്നു. അപ്പോൾ ആ സ്ഥലത്ത് ചെല്ലുന്ന ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് പൗലോസ്. നിങ്ങൾ ഈ പറയാൻ ശ്രദ്ധിക്കണം. നമ്മൾ നിർത്താൻ പോവാണ്. ആശ്വാസമായി ഒരു നെടുവീർപ്പൊക്കെ നിർത്തുവാണല്ലോ എന്നുള്ളത് അല്ലേ. പക്ഷേ ഇനിയും പറയുന്നതാണ് ഗൗരവമായ കാര്യം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പൗലോസ് സുവിശേഷമായി ചെന്നപ്പോൾ ആ ജനങ്ങൾ കാണുന്ന ആദ്യത്തെ ക്രിസ്ത്യാനി പൗലോസായിരുന്നു. നിങ്ങൾക്കൊരു ഓഫീസിൽ ജോലി കിട്ടി. അങ്ങനെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ രാമനുണ്ട്, കൃഷ്ണനുണ്ട്, സലീമുണ്ട്, ജോണുണ്ട്, മത്തായുണ്ട്, നിങ്ങളുമുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇവരെല്ലാം ഉള്ളപ്പെടും. മത്തായിയും ജോണും യോഹന്നാനും ഒക്കെ ഉള്ളപ്പെടും. ആ ഓഫീസിലെ ആദ്യത്തെ ക്രിസ്ത്യാനി നിങ്ങളായിരിക്കാം. പൗലോസ് സുവിശേഷം പറയാൻ സ്ഥലത്തെ ജനങ്ങൾ ആദ്യമായിട്ടൊരു ക്രിസ്ത്യാനിയെ കാണുകയാണ്. പൗലോസിനെ കാണുന്നു. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ജനങ്ങൾ ആദ്യമായി ഒരു ക്രിസ്ത്യാനിയെ കാണുകയാണ്. അത് നിങ്ങളാണ്. ആ ജനങ്ങൾ പൗലോസിനെ നോക്കും, ഒരു ക്രിസ്ത്യാനി എന്താണെന്ന് മനസ്സിലാക്കുവാൻ. പിന്നീടേ പൗലോസിൻ്റെ പ്രസംഗം വരുന്നുള്ളൂ. പിന്നീടല്ലേ പൗലോസിൻ്റെ പ്രസംഗം ഉപദേശമൊക്കെ വരുന്നുള്ളൂ. അവരാദ്യം ഒരു ക്രിസ്ത്യാനി ആരാണെന്ന് മനസ്സിലാക്കുന്നത് ആരെ നോക്കിയാണ്? പൗലോസിനെ നോക്കിയാണ് മനസ്സിലാക്കുന്നത്. ഇവനാണ് ക്രിസ്ത്യാനി. ഒരു ക്രിസ്ത്യാനി ഇവനെ പോലെ ഇരിക്കണം. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തെല്ലാം അവരൊരു ക്രിസ്ത്യാനിയെ കാണുന്നത് നിങ്ങളെ നോക്കിയാണ്.
നിങ്ങളാണ് അവിടുത്തെ ആദ്യത്തെ ക്രിസ്ത്യാനി എന്ന് വിചാരിച്ച് വേണം നിങ്ങൾ ഓരോ സ്ഥലത്തുമായിരിക്കും. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകട്ടെ, നിങ്ങളൊരു ഗവൺമെൻറ് ഓഫീസിൽ പോകട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകട്ടെ, അവിടുത്തെ ആദ്യത്തെ ക്രിസ്ത്യാനി ഞാനാണ് എന്നൊരു ചിന്ത വേണം നിങ്ങളോട് അയക്കാൻ. ജനം എന്നെ കണ്ടാണ് ആരാണ് ക്രിസ്ത്യാനി എന്ന് പഠിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു വർഷം നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പൗലോസിൻ്റെ ജീവിതം അതുകൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതമായിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനിയുടെ ഒരു ജീവിതം നയിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, എൻ്റെ ഉപദേശം പിന്നെ വരുന്നതേ ഉള്ളൂ, ഞാൻ ഇപ്പോൾ ആദ്യമേ നിങ്ങളോട് പറഞ്ഞെന്താണ്, എന്നെ അനുകരിപ്പേൻ. ക്യാൻ യു സേ ഇറ്റ്? ഇതുവരെ പറ്റിയില്ലെങ്കിൽ പോട്ടെ, തുടച്ചു കളഞ്ഞേരെ. ഈ വർഷം മുഴുവൻ നമ്മൾ അങ്ങനെ ആയിരിക്കണം. യു ആർ സീയിങ് എ ക്രിസ്ത്യൻ ഇൻ മീ. ക്രിസ്ത്യൻസ് എ ലിറ്റിൽ ക്രൈസ്റ്റ്. ചെറിയ ക്രിസ്തുക്കൾ, ഞാനൊരു ചെറിയ ക്രിസ്തുവാണ്. യു ആർ സീയിങ് എ ക്രിസ്ത്യൻ ഇൻ മീ. Maybe you may be seeing a Christian for the first time in your life, but I am a Christian. Follow me, imitate me. നിങ്ങൾ എന്നെ അനുകരിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ അനുകരിക്കേണ്ടത്? I am going through the right way. I am going through the right way and I am going to the right destination. ഞാൻ പാസ്റ്റർ ജോണിൻ്റെ വീട്ടിലേക്കുള്ള വഴിയെ പോവുകയാണ്. അവിടേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ follow me, imitate me. നിങ്ങൾ പാസ്റ്റർ ജോണിൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ follow me, imitate me. You will reach there. തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ എത്തിച്ചേരുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.